ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട വികാരി പണക്കാട്ട് മാത്യു അച്ഛ, വാത്സല്യമുള്ള മറ്റു വൈദികരെ, പ്രിയപ്പെട്ട ഡീക്കൻ തോമസ് പുത്തൻപുരയ്ക്കൽ, ഡീക്കൻ്റെ മാതാപിതാക്കൾ ജോർജ് റോസമ്മ, സഹോദരങ്ങൾ ജോബിൻ ജോയൽ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സമർപ്പിതരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, നമ്മളുടെ അയ്യമ്പാറ ദേവാലയത്തിൽ വെച്ച് ലിറ്റിൽ ഫ്ലവർ ഇടവക പള്ളിയിൽ വെച്ച് നമ്മുടെ രൂപതയ്ക്ക് വേണ്ടി ഒരു പുത്തൻ അച്ഛനെ തിരുസഭ നമുക്ക് നൽകുന്ന അതിമനോഹരമായ മണിക്കൂറുകളിലാണ് നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങിയാണ് ഞങ്ങളെല്ലാവരും ഈ തിരുക്രമത്തിനായിട്ട് എത്തിയിരിക്കുന്നത്. നമ്മുടെ രൂപതയിലെ ഏറ്റവും നല്ല ഒരു ദേശമാണ് അയ്യമ്പാറ. പ്രകൃതി രമണീയമായ സ്ഥലം, വലിയ പിൽഗ്രിം സെൻ്റർ, ടൂറിസ്റ്റ് സെൻ്റർ, അതുപോലെ ധാരാളം വൃക്ഷങ്ങൾ, നല്ല വായു, അങ്ങനെയുള്ള അതിസമ്പന്നമായ ഒരു പ്രദേശമാണിത്. നിങ്ങളാരും ഇവിടുന്ന് വിറ്റേച്ച് പോകരുത്, എനിക്കതാണ് പറയാനുള്ളത്. ഇപ്പോൾ ആദായമില്ല എന്നൊക്കെ തോന്നിയാലും ഇവിടെ നിങ്ങൾ ഇടവകക്കാരുള്ളപ്പോഴാണ് ഈ പ്രകൃതിക്കൊക്കെ സൗന്ദര്യമുള്ളത്, അല്ലെങ്കിൽ ഇത് ആർക്ക് വേണ്ടിയാണ്? അതുകൊണ്ട് നിങ്ങൾ ഈ മണ്ണ് വിട്ടു പോകരുത്. നല്ലൊരു ദേശമാണിത്. ഇവിടെ പള്ളിയും മഠവും അധ്വാനിക്കുന്ന കർഷകരും എല്ലാം ഉണ്ട്. രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട്. നമ്മൾ പള്ളിക്കകത്ത് കയറിയപ്പോൾ നമ്മുടെ MP ജോസ് കെ മാണിയും MLA മാണി സി കാപ്പനും എല്ലാം ഇവിടെ നിൽപ്പുണ്ട്. അവർക്കെല്ലാം വളരെ പ്രിയപ്പെട്ട ഒരു ദേശമാണ് അയ്യമ്പാറ. ഞാനും ഇവിടെ വിശുദ്ധകൾക്ക് വന്ന അവസരത്തിൽ ആദ്യം വന്നപ്പോൾ ഇവിടെ താമസിക്കുകയായിരുന്നു. ശനിയാഴ്ച വൈകിട്ട് വലിയ സന്തോഷമായിരുന്നു. എനിക്കൊരു പേടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാത്രി മുഴുവൻ ഇടിവെട്ടുകയായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഇത് എനിക്കിട്ട് മാത്രം എന്നെ തിരഞ്ഞ് വെട്ടുന്നതാണോ? അതുപോലെ നമുക്ക് തോന്നും, വേറെ എവിടെയെങ്കിലും വെട്ടിക്കൂടെ എന്നൊക്കെയാണെന്ന് മനസ്സിൽ ഓർത്തായിരുന്നു. അത്ര നമ്മളെ തേടിപ്പിടിച്ച് വെട്ടുന്ന പോലെ തോന്നും. അത് ഈ ദേശത്തിൻ്റെ ആ ഒരു പ്രകൃതിയുടെ ഭാഗമായിട്ടാണ്. അതെല്ലാം ദൈവം നമ്മളെ സംരക്ഷിച്ചുകൊള്ളും. ഇടിമിന്നലും ഇടിവെട്ടുമൊക്കെ നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഈ ദേശം നിങ്ങളുടെ പ്രാർത്ഥനയുടെ, അധ്വാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ ഒരു വീടായിരിക്കണം എപ്പോഴും എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ശമാശൻ ആദ്യ പഠനം നടത്തിയത് വടവാതൂർ സെമിനാരിയിലാണ്. അവിടുത്തെ റെട്ടച്ചനും മറ്റ് അധ്യാപകരുമെല്ലാം ഈ പ്രാർത്ഥനയിൽ അഭിഷേക കർമ്മത്തിൽ പങ്കെടുക്കുന്നുണ്ട്. രണ്ടാം ഭാഗം ദൈവശാസ്ത്രം പഠിച്ചത് സത്തനായിലെ സെൻറ്റ് എഫ്രൈം തിയോളജിക്കൽ കോളേജിലാണ്. ആ കോളേജിലേക്ക് പോകുന്നതിന് മുമ്പ് 3 വർഷം പലായിൽ താമസിച്ച് നമ്മുടെ സെൻറ്റ് തോമസ് കോളേജിൽ നിന്ന് പൊളിറ്റിക്സിൽ BA ഡിഗ്രി കരസ്ഥമാക്കി. അങ്ങനെ വളരെ നല്ല റിച്ചായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടിയ ശമാശനാണ് തോമസ്. അതെല്ലാം വ്യത്യസ്ത ഭാഷകൾ പഠിക്കാനും സത്നായിൽ വെച്ച് ഹിന്ദി നല്ലപോലെ വായിച്ച് പഠിച്ച് കുർബാന ആ ഭാഷയിൽ അർപ്പിക്കുവാനുമൊക്കെ നല്ല പരിചയം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. സത്നായിലെ റട്ടച്ചൻ കഴിഞ്ഞ ദിവസം പലായിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇന്ന് സ്വന്തം രൂപതയിലെ മാനന്തവാടിയിൽ തിരുപ്പട്ടമുണ്ട്. എങ്കിലും റട്ടച്ചന് കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് ശമാശൻ്റെ വീട്ടിൽ വന്ന് മാതാപിതാക്കളെയും സഹോദരങ്ങളെയും എല്ലാം കണ്ടു. അത് അച്ഛൻ സത്തനായിലെ റട്ടച്ചൻ കാണിച്ച വലിയൊരു കരുതലായിട്ട് ഞാൻ കരുതുകയാണ്. അവിടെ പഠിക്കുന്നൊരു ശമാശൻ്റെ ചാച്ചനും 2 ആഴ്ച മുമ്പ് മരിച്ചിരുന്നു. ആ വീട്ടിലും റട്ടച്ചൻ പോവുകയും
പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തു. അങ്ങനെ അദ്ദേഹം നല്ല ഒരു റെക്ടറാണെന്ന് ശതനായിൽ നിന്ന് ഏതാനും ദിവസം മാത്രം അവധിക്ക് വരുന്ന ആളാണ്. അദ്ദേഹം വീട്ടിൽ പോലും പോയിട്ടില്ല. അതിനിടയിൽ നമ്മളുടെ ഈ കുഞ്ഞുങ്ങളോടുള്ള വലിയ പരിഗണന കാണിച്ചപ്പോൾ അദ്ദേഹം ഉത്തമനായ ഒരു റെക്ടറാണ് എന്നെനിക്ക് മനസ്സിൽ പലപ്പോഴും ഈ മണിക്കൂറുകളിലൊക്കെ തോന്നിയിരുന്നു. നമ്മുടെ കർത്താവിൻ്റെ നാമകരണ തിരുനാളാണെന്ന് ശതനാചാരം. അവന് ഈശോ എന്ന പേര് നൽകിയതിൻ്റെ ഓർമ്മയാണ്. ആ ഈശോയുടെ പേരിലാണല്ലോ നമ്മൾ എല്ലാം അനുഷ്ഠിക്കുന്നതും നമ്മൾ ജീവിക്കുന്നതും പെരുമാറുന്നതുമെല്ലാം. അങ്ങനെയുള്ള വലിയൊരു സന്തോഷത്തിൽ കർത്താവിൻ്റെ ഒരു തിരുനാൾ ദിവസം അതിമനോഹരമായ ഈ ദേശത്ത് ഈ ദേവാലയത്തിൽ നമ്മൾ അഭിഷേക കർമ്മം നടത്തുകയാണ്. അതിമനോഹരമായ പ്രാർത്ഥനയാണ് അഭിഷേക കർമ്മം. നമ്മളതിലേക്ക് പ്രവേശിക്കുകയാണ്. അതിലൊരു കുഞ്ഞ് കാര്യം മാത്രം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. 4-ാം കാനോനായിൽ സകലരുടെയും നന്മയ്ക്കായി അനവരതം കതിരുകൾ ചിന്തുന്ന പൗരോഹിത്യത്തിൻ്റെ സ്തുത്യർഹമായ പ്രഭയാൽ ഈ ദാസനെ അനുഗ്രഹിക്കണമേ എന്നാണ്. സകലരുടെയും നന്മയ്ക്കായി അനവരതം, ഒരിക്കലും വീഴ്ച വരാതെ തുടർച്ചയായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു വലിയ കൃപയാണ് നമ്മൾ യാചിക്കുന്നത്. തിളങ്ങുന്ന മാണിക്യം പോലെ ഈശോയുടെ പ്രകാശത്തെക്കുറിച്ച് അധികാരപൂർവം സംസാരിക്കാനും അത് മറ്റുള്ളവരുടെ മേൽ ചൊരിയുവാനും ഇദ്ദേഹത്തിന് അനുഗ്രഹം നൽകണമേ എന്നാണ്. എല്ലായ്പ്പോഴും പ്രകാശവും കതിരുകളും ഒരു പുരോഹിതൻ കൊണ്ടു നടക്കണം. കഹ്ന സഹയ എന്നാണ് പുരോഹിതനെ വിളിക്കുന്നത്. ബ്രൈറ്റ് റൂട്ടഡ് പ്രീസ്റ്റ്, ശുഭ്ര പ്രകാശം ധരിച്ച ആള്. ബ്രൈറ്റ് റൂട്ടഡ് പ്രീസ്റ്റ്, ശുഭ്ര വസ്ത്രധാരിയാണ് പുരോഹിതരെല്ലാം. എന്നാൽ പുരോഹിതർ ആത്മാവിലും അണിയേണ്ട ശോഭ ഈശോയുടെ ശോഭയാണ്. അതൊരിക്കലും മാറ്റിക്കളയരുത്. കുർബാന അതിൻ്റെ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നു. അതുപോലെ തന്നെ മറ്റ് പ്രാർത്ഥനകളും എല്ലാം. അങ്ങനെ കർത്താവിനോട് നമ്മൾ വിളിച്ചപേക്ഷിക്കുന്ന ഈ അവസരത്തിൽ ശുമാശിനു വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മളെല്ലാവരും കടപ്പെട്ടതാണ്. മതബോധനം ഇന്ന് എന്ന ചാക്രിക ലേഖനത്തിൽ 63-ാം നമ്പറിൽ ഒരു 100,000 ചുമതലകൾ നിങ്ങൾക്ക് ശ്രവിക്കാൻ കാണും. എന്നാൽ സജീവവും ഫലദായകവുമായ മതബോധനം പരിപോഷിപ്പിക്കുന്നതിനുള്ള ശ്രദ്ധ ഒരു കാരണവശാലും മാറ്റി നിർത്തി കളയരുത്. കാറ്റക്കേസിസിനെ കുറിച്ചാണ്. കാറ്റക്കേസിസ് നന്നായിട്ട് ലഭിക്കാതെ വരുമ്പോൾ വലിയ ക്രൈസിസാണ്. അത് സഭയുടെ കൂട്ടായ്മയെ ബാധിക്കും, സഭയുടെ ഭരണക്രമത്തെ ബാധിക്കും. അത് ലിറ്റർജിക്കൽ ക്രൈസിസാണ്. അതുകൊണ്ട് കാറ്റക്കറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ, വിശ്വാസ സംബന്ധമായ കാര്യങ്ങളിൽ നിന്ന് ഒരു വൈദികൻ, മതബോധമുള്ള ആരും ഒരു നിമിഷം പോലും മാറി നിൽക്കരുത് എന്ന് പരിശുദ്ധ പിതാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഓറിയൻ്റൽ ലിറ്റർജിക്കൽ സംവിധാനങ്ങൾ, അതിൻ്റെ തനിമകൾ നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ ഓറിയൻ്റൽ ക്രിസ്ത്യാനിറ്റി തന്നെ പോയി. നമ്മളുടെ ആരാധനക്രമത്തിൻ്റെ പ്രത്യേകതകൾ അതാണ്. ലോകത്തിലേക്കും വെച്ച് ഏറ്റവും നല്ല ആരാധനക്രമമാണ് മലബാർ സഭയുടേത്. നമ്മുടെ 3 കുർബാനക്രമങ്ങൾ, പള്ളി മൂറോൻ കൊണ്ട് കുദാശി ചെയ്യുന്ന ക്രമം, വൈദികരുടെ സംസ്കാര ശുശ്രൂഷകൾ, ദയറ സ്ഥാപിക്കുമ്പോഴുള്ള പ്രാർത്ഥനകൾ എല്ലാം
ഇതര സഭകളും അതെല്ലാം വാങ്ങിക്കുകയും പഠിക്കുകയും വായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ പ്രാർത്ഥനകളിൽ ആൻറ്റിക്വിറ്റി, പൗരാണികത്വവും അത് കൺസർവ് ചെയ്യാനുള്ള ഒരു പരിശ്രമവും നമ്മൾ നടത്തുന്നുണ്ട്. എല്ലാം വിജയിക്കുന്നില്ല എന്ന് നിങ്ങൾക്കും അറിയാം. എങ്കിലും നമ്മളുടെ പ്രത്യേകത ഈ പൗരാണികത്വവും അത് പ്രിസർവ് ചെയ്യാനുള്ള, കൺസർവ് ചെയ്യാനുള്ള ആ ഒരു വലിയ ശ്രദ്ധയുമാണ്. നമുക്ക് ലത്തീൻ സഭയോടും അതുപോലുള്ള മറ്റ് വളരെയേറെ നവീകരിക്കപ്പെട്ടു പോയ ആരാധനാക്രമങ്ങളോടുമൊക്കെ നമുക്ക് പറയാനുള്ളത്, വി ആർ യുവർ പാസ്റ്റ്. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളും ഇത് സൂക്ഷിച്ചവരാണ്. ഞങ്ങൾ അത് കാത്തു സൂക്ഷിക്കാൻ കുറേയെങ്കിലും ഇപ്പോഴും പരിശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവാരാധനക്രമത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ മാത്രമാണ് സകലരുടെയും നന്മയ്ക്കായി അനവരതം കതിരുകൾ ചിന്തുന്ന ഈശോയുടെ പ്രഭയാൽ ഒരു പുരോഹിതന് ശുശ്രൂഷ ചെയ്യുവാനും ജനങ്ങളുടെ കൂട്ടത്തിൽ ആയിരിക്കുവാനും സാധ്യമാവുകയുള്ളൂ എന്ന കാര്യം നമ്മൾ വിട്ടുകളയരുത്. നമ്മെ സംബന്ധിച്ച് സർവപ്രധാനമായ ഒരു കാര്യമാണിത്. പൗലോസ് തിമോത്തിക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ഭരണകർത്താക്കൾക്കും മറ്റധികാരികൾക്കും കീഴ്പ്പെട്ടിരിക്കാനും അനുസരണമുള്ളവരായിരിക്കാനും സത്യസന്ധമായ ഏതൊരു ജോലിക്കും സന്നദ്ധരായിരിക്കുവാനും നീ ജനങ്ങളെ പഠിപ്പിക്കണം. ഒരുപാട് പ്രബോധനങ്ങളുണ്ട്. പക്ഷേ പലതും പഠിപ്പിക്കാൻ സാധിക്കുന്നില്ല. വേണ്ട രീതിയിൽ അത് സ്വീകരിക്കപ്പെടുന്നുമില്ല. ആരെയും പറ്റി തിന്മ പറയാതിരിക്കാനും കലഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് മാറാനും സൗമ്യനായിരിക്കുവാനും എല്ലാ മനുഷ്യരോടും തികഞ്ഞ മര്യാദയോടുകൂടി പെരുമാറാനും നീ പഠിപ്പിക്കണം. പൗലോസ് അദ്ദേഹത്തിൻ്റെ തുടർച്ചയിൽ നിൽക്കുന്ന തിമോത്തി എന്ന വലിയ നേതാവിന് അല്ലെങ്കിൽ മെത്രാന് അല്ലെങ്കിൽ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന പ്രമുഖ ശിഷ്യന് കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ്. നമുക്കും അതെല്ലാം വൈദികരായി ഞങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണത്. നമുക്ക് വാക്കുകൾ മാറ്റി സംസാരിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വിഷമം തോന്നുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോഴെല്ലാം ഉണ്ടാകാറുണ്ട്. വിഘടിച്ച് നിൽക്കുന്ന ഒരുവനെ 1-2 പ്രാവശ്യം ശാസിച്ചതിന് ശേഷം അനുസരിക്കാത്ത പക്ഷം അവനുമായുള്ള ബന്ധം വിടർത്തുക. അവൻ തന്നെ അവനെക്കുറിച്ച് കുറ്റബോധം മനസ്സിൽ കൊണ്ടു നടന്നുകൊള്ളും. പൗലോസ് അന്നത്തെ സഭയിലെ ആചാര്യന്മാർക്ക് നൽകുന്ന ആ ഒരു ചിന്ത വളരെ വിലപ്പെട്ടതാണ്. മേലധികാരികൾക്ക് കീഴ്പ്പെട്ടിരിക്കുക, അവരെ ശ്രദ്ധിക്കുക. ഇന്നത്തെ സുവിശേഷം അതിനോട് സമാനമായ ഒന്നാണല്ലോ. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 25 മുതലുള്ള 5 വാക്യങ്ങൾ. ഡിഡ് ജീസസ് പേ ടാക്സ്? കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ ടാക്സ് കൊടുത്തോ, നികുതി കൊടുത്തോ എന്നുള്ളതാണ് ചോദ്യം. നമ്മളവിടെയും അവസാന ഭാഗത്ത് ഈശോ നൽകുന്ന മനോഹരമായ ഉത്തരം എല്ലാവരും മനസ്സിൽ സൂക്ഷിക്കണം. ടാക്സ് കൊടുക്കാതെ നടക്കുന്ന ആളുകളുണ്ട്. പണ്ടൊക്കെ ധാരാളം പേരുണ്ടായിരുന്നു. ഇപ്പോൾ അത്ര എളുപ്പമല്ല, അവർ പിടിക്കും. ടാക്സ് എവേഷൻ ഈസ് എ സോഷ്യൽ സിക്നസ്. സാമൂഹ്യമായിട്ടുള്ള ഒരു രോഗമാണ്. ആൻഡ് എ മോറൽ സിൻ, ധാർമ്മികമായിട്ടുള്ള ഒരു പാപമാണ്, തെറ്റാണത് ടാക്സ് കൊടുക്കാണ്ടിരിക്കുക എന്നുള്ളത്. ടാക്സ് കൊടുക്കാതെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളൊരു കപട വ്യക്തിയാവുകയാണ്. സത്യം പറയുന്നില്ല, സത്യത്തിൻ്റെ നേരെ കണ്ണടച്ച് നമ്മൾ ജീവിക്കുകയാണ്. ഈശോ ആണെങ്കിൽ പരസ്യ ജീവിതകാലത്ത് ടാക്സ് കളക്ടേഴ്സിനോട് വലിയ സൗഹൃദം പുലർത്തി. മത്തായിയെ വിളിച്ചു, എവാഞ്ചലിസ്റ്റാക്കി, ശിഷ്യനാക്കി. അതുപോലെ സക്കൈവൂസിൻ്റെ വീട്ടിൽ പ്രവേശിച്ചു.
ഇരുവരുടെയും വീട്ടിൽ വെച്ച് ഈശോ ഭക്ഷണം കഴിച്ചു. അങ്ങനെ വലിയൊരു സ്നേഹ ബന്ധം കർത്താവ് അവരോട് പുലർത്തി എന്നത് നമുക്കൊരു പാഠമായിട്ട് നിൽക്കേണ്ടതാണ്. ദൈവം ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. അത് ഈശോയും പറഞ്ഞു, പത്രോസും പറഞ്ഞു. ദൈവവും ദൈവമക്കളും, ദ സൺസ്, ദൈവമക്കളും ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈശോ പറഞ്ഞു, അങ്ങനെയാണെങ്കിലും നമ്മുടെ സാമാന്യ മര്യാദ പാലിക്കണം. നമ്മൾ ഇവിടെ മേലധികാരിക്ക് കീഴ്പ്പെട്ടാണ് ജീവിക്കുന്നത്, അവരെ നമ്മൾ ശ്രദ്ധിക്കണം. ഈശോ മറ്റൊരിടത്ത് പറഞ്ഞല്ലോ, മത്തായി 22:21, സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനുമായിരിക്കണം. ഒരച്ഛൻ സമൂഹത്തോട് പഠിപ്പിക്കേണ്ട നിരവധിയായ കാര്യങ്ങളാണ് നമ്മളീ പറയുന്നതെല്ലാം. സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും. സീസറിനുള്ളത് എന്ന് പറയുന്നത് ഈ ലോകത്തിൽ ഉള്ള കാര്യങ്ങളാണ്, പ്രത്യേകിച്ചും നാണയമാണ്. ഈശോ പത്രോസിനോട് പറഞ്ഞല്ലോ, നീ തടാകത്തിൽ പോകണം, ചൂണ്ടയിടണം, മീൻ കൊത്തും, അതിൻ്റെ വായു തുറക്കണം, അവിടെ ഒരു നാണയമുണ്ട്, ആ നാണയമെടുത്ത് എനിക്കും നിനക്കും വേണ്ടി സർക്കാരിന് ടാക്സ് കൊടുക്കണം. ആ നാണയം സീസറിൻ്റെ ഛായ പതിച്ചിട്ടുള്ളതാണ്. സീസറിനുള്ളത് സീസറിന് കൊടുക്കണം, സർക്കാരിനുള്ളത് സർക്കാരിന് കൊടുക്കണം. നമ്മൾ നികുതി കൊടുക്കാണ്ട്, ടാക്സ് കൊടുക്കാണ്ട്, അല്ലെങ്കിൽ സാമാന്യഗതിയിൽ രാജ്യനിർമ്മിതിക്കൊരു പൗരൻ കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കാതെ നമുക്ക് ജീവിക്കാനായിട്ടൊക്കെയില്ല. സീസറിനുള്ളത് സീസറിന് കൊടുക്കണം, ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കണം. ഈശോ അത് രണ്ടും നാണയത്തിലും മനുഷ്യരായ നമ്മളിലുമുള്ള ആ പ്രതിച്ഛായയെക്കുറിച്ചാണ് പറയുന്നത്. നാണയത്തിലുള്ള ഛായ സീസറിൻ്റേതാണ്, അദ്ദേഹത്തിന് അവകാശമുണ്ട്. ഒരു മനുഷ്യനിലുള്ള ഛായ ദൈവത്തിൻ്റേതാണ്, ദൈവത്തിന് അവകാശപ്പെട്ടതാണത്. മനുഷ്യവർഗം നല്ല ആത്മീയതയോടുകൂടി ജീവിച്ച് അത് ദൈവത്വങ്കിലേക്ക് തിരിച്ചെത്തണം, അത് ദൈവത്തിന് അവകാശപ്പെട്ടതാണ്. സീസറിനുള്ളത് പണമാണ്, അത് സീസറിന് കൊടുക്കണം. ദൈവത്തിനുള്ള മനുഷ്യരെ നന്നായിട്ട് പഠിപ്പിക്കുകയും ദൈവബോധമുള്ളവരായിട്ട് അവരെ വളർത്തുകയും ചെയ്യുമ്പോഴാണ് ദൈവത്തിന് അവകാശപ്പെട്ടത് ദൈവത്തിന് എന്ന് പറയാനായിട്ട് നമുക്ക് ഉള്ളിൽ ബോധ്യമുണ്ടാവുകയുള്ളൂ. ടാക്സ് കൊടുക്കുന്നത് അന്നും യഹൂദ ദേവാലയങ്ങൾ നിർമ്മിക്കാൻ, യഹൂദ അച്ഛന്മാരുടെ സ്റ്റൈഫൻഡ് കൊടുക്കാനും ഒക്കെയാണ്. വെറുതെ കാശ് മേടിച്ച് കളയുകയല്ലോ. അപ്പോൾ കർത്താവ് അവിടെ ഒരു തിരുത്തൽ നമുക്കെല്ലാവർക്കും വേണ്ടി നൽകുകയാണ്. നമ്മളും ഇതിനെല്ലാം വിധേയരാണ്. എപ്പോഴും നമുക്ക് വോട്ട് ചെയ്യാൻ, വോട്ടവകാശം, വോട്ട് രേഖപ്പെടുത്താൻ, നികുതി കൊടുക്കാൻ, കുട്ടികളെ പഠിപ്പിക്കാനുള്ള പണം കൊടുക്കാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ വൈദികർ ജനങ്ങളെ, വിശ്വാസികളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നിരവധിയായ ആനുകൂല്യങ്ങൾ ഉള്ളപ്പോഴും ഈ മേഖലയിലൊക്കെ EWS കാറ്റഗറിയിൽപ്പെട്ട നിരവധി ആളുകളുണ്ടെങ്കിലും അതെല്ലാം തക്ക സമയത്ത് മേടിച്ച് എടുക്കുന്ന കാര്യത്തിൽ പൊതുവേ നമ്മുടെ സമൂഹത്തിന് ഒരു ഉത്സാഹക്കുറവുണ്ട്. ആ കൂട്ടത്തിൽ ഇതേക്കുറിച്ചുള്ള അറിവില്ലായ്മയും ഉണ്ട്. അതെല്ലാം മാറ്റിയെടുക്കണം. പൗരോഹിത്യം തിളങ്ങുന്ന മണിക്യമായിട്ട് വിശ്വാസികളുടെ ഇടയിൽ വ്യാപരിക്കേണ്ടത് ഈ പറഞ്ഞ പ്രബോധനം വഴിയും കൂടിയാണ്. വിശ്വാസപരമായ വിട്ടുവീഴ്ചയ്ക്ക് ഇടം കൊടുക്കാതെ തന്നെ സീസറിൻ്റെ നാണയം സീസറിന് നികുതിയായി കൊടുക്കേണ്ടതാണ് എന്ന് തന്നെയാണ് ഈശോ പഠിപ്പിക്കുന്നത്. എനിക്കും നിനക്കും വേണ്ടി കൊടുക്കണമെന്നാണല്ലോ പറഞ്ഞത്. തൻ്റെ ഛായയായി അദ്ദേഹം അടിച്ചിറക്കിയിരിക്കുന്ന നാണയം അദ്ദേഹത്തിൻ്റെതാണ്, ദൈവത്തിൻ്റേത് ദൈവത്തിനാണ്. നികുതി കൊടുക്കാതിരിക്കുമ്പോൾ രാജ്യദ്രോഹമാണ് നമ്മൾ ചെയ്യുന്നത്. അത് വലിയ തെറ്റുകളിലേക്കും തിന്മകളിലേക്കുമൊക്കെ കടന്നു വരാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ഓരോരുത്തരും ദൈവത്തിൻ്റെ ഛായയിലാണ് സൃഷ്ടിക്കപ്പെട്ടത്. അതുകൊണ്ട് എല്ലാവരും മനുഷ്യർ ദൈവത്തിൻ്റെതാണ്.
മനുഷ്യരെ ദൈവത്തിനാണ് കൊടുക്കേണ്ടത്, പിശാചുക്കൾക്കല്ല, മറ്റ് ആർക്കുമല്ല. സത്യ ദൈവത്തിന് അവൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടേണ്ടതാണ് ഈ മനുഷ്യരെല്ലാം. മാനുഷികമായ കൽപ്പനകൾ നമ്മൾ പുലർത്തുമ്പോഴും രാഷ്ട്രത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും കടമകൾ നമ്മൾ ചെയ്യുമ്പോഴും ദൈവത്തോടുള്ള ബന്ധത്തിൽ കുറവ് വരുത്തരുത്. ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കണം. ഇന്നിവിടെ നമ്മൾ ഒരു പുത്തൻ ശമാശനെ ഈ ദേവാലയത്തിൽ നിർത്തി കർത്താവിൻ്റെ പുരോഹിതനായിട്ട് അഭിഷേകം ചെയ്യുമ്പോൾ ഈശോ പറഞ്ഞ വാക്കുകൾ ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കണം, സീസറിനുള്ളത് ഭരണകർത്താക്കൾക്കുള്ളത് അവർക്ക് കൊടുക്കണം. ആ സത്യം ജനങ്ങളെ നിരന്തരമായിട്ട് പഠിപ്പിക്കണം. വിശുദ്ധ പൗലോസ് തിമോത്തിയിലൂടെ ഓരോ അച്ഛനും വേണ്ടിയാണ് ആ എഴുതുന്നതെല്ലാം. പ്രായോഗിക ജീവിതത്തിൽ എങ്ങനെയായിരിക്കണം? കുറ്റം പറയരുത്, നല്ലത് പറയണം, അധ്വാനിക്കണം, പ്രാർത്ഥിക്കണം, ആരെയും ഉപേക്ഷിക്കരുത്. അങ്ങനെ ഒരു വലിയ ലുത്തിനിയ പോലെ അദ്ദേഹം പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ തിരുപ്പെട്ട ശുശ്രൂഷകളിലെ പ്രാർത്ഥനകളെല്ലാം ഒരച്ഛനെ നമ്മൾ പ്രാർത്ഥിച്ചാണ് അച്ഛനെ അഭിഷേകം ചെയ്ത് പുരോഹിതൻ്റെ വസ്ത്രം കൊടുക്കുന്നത്. നമ്മളതിലേക്ക് പ്രവേശിക്കുകയാണ്. അതിമനോഹരമായ പ്രാർത്ഥനയാണ്. നിങ്ങളും ആ കൂട്ടത്തിൽ ഈ പ്രാർത്ഥന ഉള്ളിലെടുത്ത് അഭിഷേകം സ്വീകരിക്കണം. അപ്പോഴാണ് ഇതിൻ്റെ മാഹാത്മ്യം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാകുന്നത്. നിങ്ങളും അതിൻ്റെ അന്തരാർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ തിരുപ്പട്ട ശുശ്രൂഷ ഇടവകകളിലൂടെ നമ്മൾ നടത്തുന്നത്. 10-18 പട്ടങ്ങൾ തുടർച്ചയായിട്ട് നമുക്കത് വലിയ പ്രയാസമാണ്. നിങ്ങൾക്കൊരു സ്ഥലത്ത് ഒരാളുടെ കാര്യം ക്രമീകരിക്കുന്നതേ ഉള്ളൂ, എനിക്ക് എല്ലാ സ്ഥലത്തും എത്തണമല്ലോ. വലിയ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ അതിലുള്ള ഉത്തമമായ ദൈവദർശനം, സഭാദർശനം, മനുഷ്യദർശനം ഇതെല്ലാം നിങ്ങളും മനസ്സിലാക്കുന്നതിനും ഈ തിരുക്കർമ്മം കാണുന്നതിലൂടെ, അതിൽ പങ്കെടുക്കുന്നതിലൂടെ നിങ്ങളുടെ മക്കളെ ഈ ശുശ്രൂഷയിലേക്ക് പറഞ്ഞ് മനസ്സിലാക്കി വിടുന്നതിനും വേണ്ടിയുള്ള പ്രായോഗികമായ കാര്യമാണ് നമ്മൾ ഇടവകകളിൽ ഈ കർമ്മം ചെയ്യുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇതൊരു പൊന്റിഫിക്കൽ കർമ്മമാണ്. മെത്രാൻ സ്വകാര്യ ചാപ്പലിൽ വെച്ച് നൽകിയാൽ മതി. ആദ്യ നൂറ്റാണ്ടിലൊക്കെ അതാണ്. പൊന്റിഫിക്കൽ എന്ന് പറയുന്നത് പരസ്യമായ കാര്യമല്ല, മെത്രാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഒരച്ഛന് പട്ടം കൊടുക്കുക എന്നത്. അത് നമ്മൾ അതിൻ്റെ എല്ലാ നല്ല വശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇടവകയിൽ വെച്ച് നമ്മളത് നടത്തുന്നത്. ഞാൻ നിങ്ങളെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഈ 2 മേജർ സെമിനാരി അധ്യാപകരെയും അവരുടെ റെക്ടറെയും പ്രത്യേകമായിട്ട് ഞാൻ ഓർക്കുന്നു. ഈ കുഞ്ഞിനെ നല്ലതുപോലെ പഠിപ്പിച്ച് നല്ല സിൻസിയറായിട്ടുള്ള കഠിനാധ്വാനം ചെയ്യുന്ന, പ്രാർത്ഥിക്കുന്ന, കൃഷി കാര്യങ്ങളൊക്കെ അറിയാവുന്ന നല്ലൊരു കുട്ടിയാണ്. നല്ലൊരു അച്ഛനായിട്ട് തോമസ് രൂപതയിൽ പ്രവർത്തിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ എല്ലാവരും ഹൃദയത്തിലെടുത്ത് പ്രാർത്ഥിക്കണം. മാതാപിതാക്കളെ ഒരിക്കൽ കൂടി ഓർക്കുന്നു. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ഇതിനു വേണ്ടി വളരെയേറെ അധ്വാനിച്ചിട്ടുണ്ട്, പരിശ്രമിച്ചിട്ടുണ്ട്. ധാരാളം ആളുകൾ ഇതിൽ വന്ന് പങ്കെടുക്കുന്നു. നമുക്ക് ഇടവകയ്ക്ക് അതൊരു അഭിമാനമാണ്, വികാരിയച്ഛന് അഭിമാനമാണ്. സിസ്റ്റേഴ്സിൻ്റെ അധ്വാനം വളരെയേറെ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നെനിക്കറിയാം. കൈക്കാരന്മാർ, കമ്മിറ്റിക്കാർ എല്ലാവരും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ചെറുപുഷ്പത്തോടും പരിശുദ്ധ അൽഫോൻസാമയോടും പ്രാർത്ഥനകൾ യാചിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ.